Hi dears, welcome to TOS Academy. Kerala PSC ഉടൻ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതായിരിക്കും. ഈ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? സോ HSST സുവോളജിയുടെ നിലവിലുള്ള സിലബസ് ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ടോസ് അക്കാഡമി വിവിധ വിഷയങ്ങളിൽ HSST കോച്ചിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വി പ്രൊവൈഡ് കോച്ചിംഗ് ഫോർ botany, zoology, physics, chemistry, mathematics, economics and English. ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു കോഴ്സുകളാണ് കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, ജനറൽ പേപ്പർ, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ് ആൻഡ് മലയാളം, അതേപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 1, 2, 3 and 4, CSIR നെറ്റ്, UGC നെറ്റ്. HSST സുവോളജിയുടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് 30/8/2017 എക്സാം കണ്ടക്ട് ചെയ്തത് 19/4/2018 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 21/1/2020 നിലവിലെ HSSTയുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ₹45,600 to ₹95,600. HSST സുവോളജിയുടെ കഴിഞ്ഞ പരീക്ഷയിലെ കട്ട് ഓഫ് മാർക്ക് 45.67 ആണ്. PSCയുടെ HSST സുവോളജി എക്സാം 100 മാർക്സിലാണ് നടത്തപ്പെടുന്നത്. നെഗറ്റീവ് മാർക്സ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഈ 100 മാർക്സിൽ 70 മാർക്കാണ് സബ്ജക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് HSST സുവോളജി ആണെങ്കിൽ 70 മാർക്കായിരിക്കും സുവോളജി ബേസ് ചെയ്തിട്ട് വരുന്നത്. 20 മാർക്ക് GK ആയിരിക്കും. 10 മാർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ച് മെത്തഡോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. HSST സുവോളജിയുടെ നിലവിലുള്ള സിലബസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സിലബസിലേക്ക് അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി ടോപ്പിക്സ് ആഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ നിലവിലുള്ള സിലബസിൽ ആദ്യത്തെ മൊഡ്യൂൾ വരുന്നത് സിസ്റ്റമാറ്റിക്സ് ആൻഡ് എവല്യൂഷണറി ബയോളജി ആണ്. സിസ്റ്റമാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന കാര്യങ്ങൾ മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി like chemotaxonomy, cytotaxonomy, molecular taxonomy, numerical taxonomy പോലെയുള്ള പോർഷൻസ് അല്ലെ ടാക്സോണമിയിലെ പ്രധാനപ്പെട്ട പോർഷൻസ് ആണ്. ദെൻ സ്പീഷ്യസ് കോൺസെപ്റ്റ്, തിയറീസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, പ്രൊസീജറൽ കീസ് അതായത് ടാക്സോണമിക് പ്രൊസീജിയേഴ്സ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ICZN, ഫോർമേഷൻ ഓഫ് സയന്റിഫിക് നെയിംസ് ഓഫ് വേരിയസ് ടാക്സ. എവല്യൂഷൻ എടുക്കുകയാണെങ്കിൽ എവല്യൂഷനിൽ എവല്യൂഷണറി തിയറീസ് വരുന്നുണ്ട്. Then punctuated equilibrium, micro macro evolution, co-evolution, founder principle, C value, molecular clock, cytochrome C, hemoglobin, histone. സാധാരണ രീതിയിൽ പ്രധാനപ്പെട്ട പോർഷൻസ് തന്നെയാണ് സിസ്റ്റമാറ്റിക്സിലും എവല്യൂഷണറി ബയോളജിയിലും HSST സുവോളജി സിലബസിൽ കാണുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി. ഫിസിയോളജിയിൽ വരുന്ന ടോപ്പിക്സ് നോക്കാം. ന്യൂട്രീഷൻ ആൻഡ് ഡൈജഷൻ. അതിൽ വരുന്നത് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഹോർമോൺസ്, ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് ന്യൂട്രിയൻസ്. സർക്കുലേറ്ററി ഫിസിയോളജിയിൽ കാർഡിയാക് മസിൽ ഫിസിയോളജി, കാർഡിയാക് സൈക്കിൾ, കണ്ടക്ടിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ട്, ബ്ലഡ് പ്രഷർ, ബ്ലഡ് വോളിയം. നെർവ് ഫിസിയോളജിയിൽ കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്, സിനാപ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. ദെൻ എക്സ്ക്രീറ്ററി ഫിസിയോളജി, റെസ്പിറേറ്ററി ഫിസിയോളജി, മസിൽ ഫിസിയോളജി, എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആ ഹോർമോൺ റിലേറ്റഡ് ചോദ്യങ്ങളാണ് വരുന്നത്. മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷനും പഠിക്കാനുണ്ട്. ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക്സ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്സ്. അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ക്ലാസിഫിക്കേഷൻ, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് ഫംഗ്ഷൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പഠിക്കാനുള്ളത്. എൻസൈംസ് ഉണ്ട്, മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ, മൈക്കിൾസ് മെന്റൻ കൈനറ്റിക്സ്, എൻസൈം ഇൻഹിബിഷൻ, ഐസോസൈം, കോ എൻസൈം, റൈബോസൈം. മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ് എല്ലാ പ്രധാനപ്പെട്ട സൈക്കിൾസും പഠിക്കാനുണ്ട്. ലൈക്ക് ഗ്ലൈക്കോലിസിസ്, ക്രെബ്സ് സൈക്കിൾ, ഗ്ലൂക്കോനിയോജനസിസ്. മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻ, മെറ്റബോളിസം ഓഫ് ലിപ്പിഡ്, എനർജി മെറ്റബോളിസം. എനർജി മെറ്റബോളിസത്തിൽ വരുന്നത് ഓക്സിഡേറ്റീവ് മെറ്റബോളിസം, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ, കെമിയോസ്മോട്ടിക് തിയറി. മൊഡ്യൂൾ 3 മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി. മൈക്രോബയോളജിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം,
then salient feature of bacteria, virus, fungi, protozoa, algae, then ബാക്ടീരിയയുടെ സെൽ വാൾ സ്ട്രക്ചർ, സ്റ്റെയിനിങ് ടെക്നിക്സ്, ഗ്രോത്ത് കർവ്, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട പോർഷൻസ്. ഇമ്മ്യൂണോളജിയിൽ വരുന്ന ടോപ്പിക്സ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, സെൽസ് ആൻഡ് ഓർഗൻസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, ദെൻ ആന്റിജന്റെ ജനറൽ പ്രോപ്പർട്ടീസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതിൽ ഡിഫറെന്റ് ക്ലാസസ്, ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ, ട്രാൻസ്പ്ലാന്റേഷനിൽ വരുന്നത് MHC ജീൻ ആസ് വെൽ ആസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. മൊഡ്യൂൾ 4 സെൽ, മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി. സെൽ ആ ഒരു ടോപ്പിക്കിൽ വരുന്നത് സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ, സെൽ ഓർഗനൽസ്. മോളിക്കുലാർ ബയോളജി ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട് മോളിക്കുലാർ ബയോളജിയിൽ. അതേപോലെ തന്നെ DNA റെപ്ലിക്കേഷൻ, DNA റിപ്പയർ, ട്രാൻസ്ക്രിപ്ഷൻ, RNA പ്രോസസ്സിംഗ്, ട്രാൻസ്ലേഷൻ, പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ, ജീൻ റെഗുലേഷൻ, ട്രാൻസ്ക്രിപ്ഷണൽ സിഗ്നൽസ്. ബയോടെക്നോളജിയിൽ വരുന്ന ടോപ്പിക്സ് ജീൻ ക്ലോണിംഗ് വരുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ്, വെക്ടേഴ്സ്, then molecular markers, RFLP, RAPD, AFLP. then genetic engineering techniques important ആണ്. അതിൽ PCR വരുന്നുണ്ട്, DNA fingerprinting, blotting techniques, DNA sequencing methods, human genome project, transgenic animals. Module 5 genetics and developmental biology. ഇപ്പോൾ ജെനറ്റിക്സിൽ ബേസിക് ആയിട്ടുള്ള ജെനറ്റിക്സിന്റെ ലോസ് പഠിക്കാനുണ്ട്. ലിങ്കേജ്, ക്രോസിംഗ് ഓവർ, ദെൻ DNA RNA ടൈപ്സ്, ലയോൺ ഹൈപ്പോത്തസിസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിൻഡ്രോംസ്, ജെനറ്റിക് കോഡ്. ഡെവലപ്മെന്റൽ ബയോളജിയിൽ ഗാമറ്റോജനസിസ് ഉണ്ട്, ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഉണ്ട്, ക്ലീവേജ്, ബ്ലാസ്റ്റുല, ഗാസ്ട്രുല, ദെൻ എക്സ്പെരിമെന്റൽ എംബ്രിയോളജി ആൻഡ് എംബ്രിയോണിക് ഇൻഡക്ഷൻ. മൊഡ്യൂൾ 6 എക്കോളജി, എത്തോളജി, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ എക്കോളജിയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഹാബിറ്റാറ്റ്, എക്കോളജിക്കൽ നിച്ചെ, എക്കോസിസ്റ്റം, പോപ്പുലേഷൻ എക്കോളജി, കമ്മ്യൂണിറ്റി എക്കോളജി, പൊല്യൂഷൻ പോലെയുള്ള, ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള ബേസിക് എക്കോളജിക് ടോപ്പിക്സ് തന്നെയാണ്. എത്തോളജിയിൽ ലേണിംഗ് ആണ്, ലേണിംഗ്, മോട്ടിവേഷൻ പോലെയുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഉണ്ട്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡേവിയേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ. ബയോഫിസിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ബയോഫിസിക്സിൽ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉണ്ട്. മൈക്രോസ്കോപ്പ്, ഇലക്ട്രോഫോറസിസ്, സ്പെക്ട്രോസ്കോപ്പി, എക്സ്റേ ഡിഫ്രാക്ഷൻ, ദെൻ എലീസ ടെസ്റ്റ് പഠിക്കാനുണ്ട്. ബയോ ഇൻഫർമാറ്റിക്സിൽ പ്രോട്ടിയോമിക്സ്, ജീനോമിക്സ്, ഡാറ്റാബേസസ്, സ്റ്റെം സെൽ റിസർച്ച്, കാർബൺ ട്രേഡിംഗ്, എക്കോളജിക്കൽ ഫുഡ് പ്രിന്റിംഗ് പോലെയുള്ള ടോപ്പിക്സ് ഉണ്ട്. ദെൻ മൊഡ്യൂൾ 7 വരുന്നത് റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ സുവോളജി ആണ്. മൊഡ്യൂൾ 8 റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. മൊഡ്യൂൾ 9 വരുന്ന ടോപ്പിക്സ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്. മൊഡ്യൂൾ 10 വരുന്നത് റിനേസൻസ് ഇൻ കേരള, അതേപോലെ തന്നെ GK ആൻഡ് കറന്റ് അഫയേഴ്സ്. ഇത്രയാണ് HSSC സുവോളജിയുടെ നിലവിലുള്ള സിലബസിൽ വരുന്ന ടോപ്പിക്സ്. HSSC സുവോളജിയുടെ സിലബസ് നിങ്ങൾക്ക് ഇപ്പോൾ പരിചയമായി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. സോ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? യു ഷുഡ് സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ നൗ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോഴും അതിന്റെ ബേസിക്കിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ബേസിക് തറവായതിനു ശേഷം അതിൽ നിന്ന് മറ്റു കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്യുക. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങൾ കളക്ട് ചെയ്ത് വയ്ക്കുക. സെറ്റിന്റെ ആവാം, പ്രീവിയസ് HSSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതേപോലെ തന്നെ നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. HSSC കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ടസ് അക്കാഡമിയുടെ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.